പഴയുള്ള മധു, ഇപ്പം നമ്മുടെ എനിക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ശബരിമല കൊള്ള വലിയൊരു വിഷയം തന്നെയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ പോലും അത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാട് കേരളത്തിലുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പം ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ആരിക്കണമെന്ന് കൂടി ശബരിമലയിലെ സ്വർണ്ണ വിവാദം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള തീരുമാനിക്കും എന്നൊരവസ്ഥ വരികയാണ്. ഒരുപക്ഷെ നമ്മളറിയാത്ത ഡയമെൻഷനിലേക്ക് പോകുന്നു. ഇപ്പം ED വന്നതോടെ ഒരുപാട് ട്വിസ്റ്റുകളും അതിന് ഉണ്ടാകുന്നു. അത് കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും കുടുംബ സദസ്സുകളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ സ്വർണ്ണക്കൊള്ളയാണ്. കാരണം ഹിന്ദുക്കളല്ലാത്തവർക്കും ശബരിമല ക്ഷേത്രത്തോടൊരു വിശ്വാസമുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും പോകാൻ കഴിയുന്ന, ആരാധിക്കാൻ കഴിയുന്ന വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ് ശബരിമല. അവിടെ നടന്ന ഒരിക്കലും നടക്കരുതാത്ത ഒരു മഹാസംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും നോവിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും അത് ചർച്ചാ വിഷയമാകും. എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുമ്പിൽ ശബരിമലയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം, മഹിമ, വിശ്വാസ്യത, അതിനെല്ലാം കളങ്കമേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ VSSCയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി കൊള്ള നടന്നു എന്നുള്ളതും സ്വർണ്ണപ്പാളികൾ ഉള്ള വ്യക്തമായി. അത് കൊള്ളയാണല്ലോ, വ്യക്തമായിട്ടുണ്ട്. അപ്പം നമുക്കിനി അറിയേണ്ടത് ഇതെങ്ങോട്ടാണ് കൊണ്ടുപോയത്, ആരാണ് കൊണ്ടുപോയത്, എത്ര കിലോ സ്വർണം കൊണ്ടുപോയി. ഇപ്പോൾ കോടതി സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ SIT 1/2 കിലോ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികളുള്ള സ്വർണ്ണമായിരുന്നു. കോടതി സംശയം പ്രകടിപ്പിച്ചു, ഇത് അന്താരാഷ്ട്ര കുറ്റവാളികൾ സംഘം ഇതിൻ്റെ പിന്നിലുണ്ടോ. മറ്റൊന്ന്, ഉന്നതന്മാർ ഇനിയും പിടിക്കപ്പെടാറുണ്ടെന്ന് കോടതി പറഞ്ഞു. ആ ഉന്നതന്മാരാരെല്ലാമാണ്. മറ്റൊന്ന്, ഭരണകക്ഷിയും ദേവസ്വം ബോർഡിനെ ഭരിച്ചവരും അവരുടെ റോൾ എത്രയാണ്, അവരിൽ ആരെല്ലാമാണ് കുറ്റവാളികൾ. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. താങ്കളെ കുറച്ച് ദൂരെ നിന്നാണ് ഇതൊക്കെ കണ്ടത് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും ഞാൻ ചോദിക്കുക, ഈ ഇടനിലക്കാർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു ഈ ശബരിമലയിൽ? ഞാൻ ശബരിമലയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്നേക്കാൾ കൂടുതൽ രാമനായർക്ക് അറിയാം. അവിടെ സത്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് എന്നാലോ ഉദ്യോഗസ്ഥന്മാർ എന്നാലോ ഒക്കെ കുറേ ആളുകൾ സ്ഥിരമായിട്ട് ഇവരെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരു ലോബിയിങ് എന്തായാലും അവിടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോബിയുടെ ഭാഗമാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കിതിൻ്റെ ഉള്ളിൽ കയറാനും ബന്ധപ്പെടാനും അല്ലെങ്കിൽ ഈ ഉന്നതരുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ അത് സത്യത്തിൽ അന്വേഷണ പരിധിക്കകത്തുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം, പുറത്തു കൊണ്ടുവരണം, അവരും കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെടണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.